അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാർട്ട് 2 ദുറൂസിലെ രണ്ടാമത്തെ പാഠാണ് കേട്ടോ. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസു സാനി തഖ്വൽ ഖുലൂബ്. നിങ്ങൾ ഏത് നാട്ടുകാരാണ്? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വരവും ഭാവവും കണ്ട് അവർ പേടിച്ചു. ഉമർ റളിയല്ലാഹുവിൻ്റെ സ്വരവും ഭാവവും കണ്ടിട്ട് അവർ പേടിച്ചു. ഞങ്ങൾ തോയിഫുകാരാണ് അവർ പറഞ്ഞു. പേടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ തോയിഫുകാരാണ് അവർ പറഞ്ഞു. ഖലീഫ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തുകയോ? അവരോട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തുകയോ? നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ആദരണീയ വ്യക്തികൾ, വസ്തുക്കൾ എന്നിവയെ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇബ്ലീസ് ശാപത്തിനിരയായത്. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ച് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അവൻ അനുസരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ വളരെയധികം ആദരിച്ചിരുന്നു. ജീവിതകാലത്തു മാത്രമല്ല, വഫാത്തിന് ശേഷവും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ അവിടെ ഉണ്ടായതിനാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബഹുമാനം കൊണ്ട് വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. നബിമാർ, അഹ്ലു ബൈത്ത്, സ്വഹാബത്ത്, വലിയുമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവരെ നാം ആദരിക്കണം. ഖുർആൻ, മതഗ്രന്ഥങ്ങൾ, അൽ കഅബത്തുൽ മുകറം, അൽ ഹുജ്റത്തു ഷരീഫ, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ മുതലായവയെ നാം ആദരിക്കണം. അപ്പോൾ ഏതൊക്കെ നമ്മൾ ആദരിക്കേണ്ടത്? ഖുർആന്, മതഗ്രന്ഥങ്ങൾ, അൽ കഅബത്തുൽ മുകറം, അൽ ഹുജ്റത്തു ഷരീഫ, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ മുതലായവയെ നാം ആദരിക്കണം. ആദരവർഹിക്കുന്നതിനെയെല്ലാം ബഹുമാനിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ, ആമീൻ. അടുത്തത് വമൻ യുഅള്ളിമു ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ്. അടുത്തത് നമുക്ക് തദ്രീബാത്ത് നോക്കാം. നഖ്റഉ വ നഫ്ഹമു. ഖലീഫ, അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധി. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫ. ത്വായിഫ്, മക്കയുടെ അടുത്തുള്ള ഒരു നാട്. അൽ മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്. ഇബ്ലീസ്, പിശാചുക്കളുടെ പിതാവ്. സ്വഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. അഹ്ലു ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. വലിയ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ. ആലിമ്, പണ്ഡിതൻ. അൽ കഅബത്തുൽ മുകറമ, പരിശുദ്ധ കഅബ. മുഅ്മിൻ, സത്യവിശ്വാസി. സ്വഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. അടുത്തത് നമുക്ക് നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം അവിടെ പൂരിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് നാട്ടുകാരാണ്? ഖലീഫ ഡാഷ് ചോദിച്ചു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു അവിടെ. രണ്ടാമത്തെ ആദരണീയ വ്യക്തികളെ ഡാഷ് മുസ്ലിമിന് നിർബന്ധമാണ്. ആദരണീയ വ്യക്തികളെ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. 3. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാത്തതിനാൽ ഡാഷ് ശാപത്തിനിരയായി. ഇബ്ലീസ് ശാപത്തിനിരയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ ഡാഷിന് ശേഷവും ആദരിച്ചിരുന്നു. വഫാത്തിന് ശേഷവും ആദരിച്ചിരുന്നു. ആദരിക്കേണ്ട 5 വസ്തുക്കൾ. ആൻസർ: നബിമാര്, അഹ്ലു ബൈത്ത്, സ്വഹാബികൾ, വലിയുമാർ, ആലിമുകൾ. അതാണ് എൻ്റെ ആൻസർ.
അടുത്ത ക്വസ്റ്റ്യന് ആദരണീയ വ്യക്തികളെയും വസ്തുക്കളെയും ബഹുമാനിക്കുന്നതിൻ്റെ വിധി എന്ത്? നിർബന്ധമാണ്. അതാണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. 5 ആരാണ് സ്വഹാബികൾ? ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തോയിഫുകാരോട് ക്ഷോഭിച്ചത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറത്ത്. അടുത്തത് നസിലു, അതായത് ചേരുംപടി ചേർക്കട്ടോ. ഇബിലീസ് പിശാചുക്കളുടെ പിതാവ്, അതാണ് അതിൻ്റെ ആൻസർ. മുഅ്മിന് പറഞ്ഞാൽ സത്യവിശ്വാസി, അതാണ് കേട്ടോ അതിൻ്റെ ആൻസർ. വലിയ എന്നാരാണ്? അള്ളാഹു താലായുടെ ഇഷ്ടദാസന്മാർ, അതാണ് വലിയ അത് ഇഷ്ടദാസന്. അടുത്തത് സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ. ആലിമ് പറഞ്ഞാൽ പണ്ഡിതൻ. അടുത്തത് ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം, അതിനെ നാം എന്തെല്ലാം ചെയ്യണം? ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം, അതിന് നാം എന്തെല്ലാം ചെയ്യണം എന്നാണ് കേട്ടോ ക്വസ്റ്റ്യന്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഉസ്താദുമാർ പറഞ്ഞത് അനുസരിക്കണം, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, സലാം പറയണം, അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറണം, അവരോട് ബഹുമാനത്തോടെ സംസാരിക്കണം, അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.